ഹായ് ഹലോ എവ്രിവൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ LSSന്റെ പ്രിപ്പറേഷനൊക്കെ പുരോഗമിക്കുന്ന വേളയിൽ GK ആരും മറന്നു പോകരുത്. GKയിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 മാർക്കുകൾ നമുക്ക് നേടാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ പാറ്റേണിനനുസരിച്ചുള്ള GK ചോദ്യം എന്ത് ചെയ്യാം നോക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുമുണ്ട്. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്. ഇതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്യാവശ്യം കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ചോദ്യമാണ്. നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മിക്കപ്പോഴും GKയും നമ്മുടെ EVSും തമ്മിൽ ക്ലബ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് സാധ്യത കൂടുതൽ. അപ്പൊ GKയിൽ നമ്മൾ ഈ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമ്മുടെ യെസ്റ്റർഡേ ആൻഡ് നൗ, ഇന്നലെ ഇന്ന് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലേ? യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ 941 പഞ്ചായത്തുകളാണുള്ളത് എന്നുള്ളത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണോ? ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 941 പഞ്ചായത്തുകളാണ് ഉള്ളത്, 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുമാണുള്ളത്. ഇതിൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് എവിടെ ഭരണം നടത്തുന്നതാണ്? ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെ, റൂറൽ ഏരിയാസിലാണ്. 87 മുനിസിപ്പാലിറ്റികളോ അവർ കുറച്ചും കൂടെ പട്ടണങ്ങളിലാണ് അവർ നടത്തുന്നത്. അതേപോലെ തന്നെ 6 മുനിസിപ്പൽ കോർപ്പറേഷൻ, വലിയ നഗരങ്ങളെയാണ് നമ്മൾ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് ഉള്ളത്. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. അതായത് റൂറലിൽ നിന്ന് എന്ത് ചെയ്യാണ്, അർബനിലേക്ക് പോവുക. അപ്പൊ ഈ ഒരു ഇടയിൽപ്പെട്ട സ്ഥലങ്ങളിലെ നഗരപഞ്ചായത്തുകളാണ്. ഓക്കെ, യെസ്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ? ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല കേട്ടോ. ഇതെന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 4 ആണ്. ഓക്കെ, കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ് മോഡലിലുള്ള ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. ഇങ്ങനത്തെ ചോദ്യങ്ങളെയും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. അടുത്ത ചോദ്യം നോക്കാവേ. സ്വന്തമായി ഇന്റർനെറ്റ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു സ്റ്റാർട്ട് ഇറ്റ്സ് ഓൺ ഇന്റർനെറ്റ് സിസ്റ്റം. കർണാടക, കേരളം, ഗുജറാത്ത്, തമിഴ്നാട്. ഏതാണ് സ്വന്തമായി ഇന്റർനെറ്റ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് പറയുന്നത്? കേരളമാണ് മക്കളെ. ഏതാണ്? കേരളമാണ്. അപ്പൊ കേരളത്തിന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കുന്ന സമയത്ത് കേരളത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തു നോക്കണം. ഇപ്പൊ ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ, ആനുകാലികമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാ, നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അല്ലെ, ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം കൂടെയാണ് നമ്മുടെ കേരളം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മറന്നു പോവാതെ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ നമ്മുടെ എക്സാം പ്രിപ്പറേഷനും അതേപോലെ തന്നെ USS LSS പ്രിപ്പറേഷനും ഒക്കെ വേണ്ടിയിട്ട് സൈലത്തിൽ എന്തുണ്ട്, ബാച്ചുകളുണ്ട്. അപ്പൊ നമ്മൾ 4ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാണ ബാച്ചിലേക്ക് നിങ്ങളൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ ഒരു ഏർലി ബേർഡ് ഓഫർ കൂടി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കാരണം അവസാനത്തെ ഒരു ടൈമാണ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, റെഡിയാണ്. അപ്പൊ ഈ ഒരു ചോദ്യം നോക്കണേ നിങ്ങൾ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി കേരള സർക്കാർ നടപ്പിലാക്കിയ ഏത് പദ്ധതിയുടെ ലോഗോയാണ് ചുവടെ നൽകിയിരിക്കുന്നത്? അപ്പൊ ഇങ്ങനത്തെ ലോഗോസ് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, നമ്മളോട് ചോദിച്ചേക്കാം അല്ലോ. ബിലോ ഇസ് ദ ലോഗോ ഓഫ് വിച്ച് പ്രൊജക്ട് ഇംപ്ലിമെന്റഡ് ബൈ കേരള ഗവൺമെന്റ് ഫോർ പോവർട്ടി എലിവേഷൻ ആൻഡ് വുമൺ എംപവർമെന്റ്. ഏതാണ് ഈ ഒരു ലോഗോ അല്ലെ? ഏതിൻ്റെതാണ്? കുടുംബശ്രീയുടെ ലോഗോയാണ്. എന്തിൻ്റെതാണ്? കുടുംബശ്രീയുടെ ലോഗോ. നമ്മൾ കുടുംബശ്രീയുടെ ഹോട്ടൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവല്ലോ, അവിടെ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ലോഗോ നിങ്ങൾക്ക് കാണാം. അപ്പൊ നമ്മളുടെ അടുത്ത്, നമ്മുടെ കൺമുന്നിലുള്ള ചില കാര്യങ്ങളുണ്ട്, അതെന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനത്തെ ലോഗോസ് ഒക്കെ എന്ത് ചെയ്യാവുന്ന പഠിച്ച് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുന്നു മിസ് വിചാരിക്കുന്നു. അപ്പൊ അടിപൊളിയായിട്ട് ഇരിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത ദിവസം കാണാം കേട്ടോ. അണ്ടിൽ ദെൻ ബൈ, സീ യു.